മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് മോഹൻലാൽ. ഇപ്പോഴിതാ നടൻ മോഹൻലാലിന്റെ ജീവിതത്തിൽ വലിയൊരു നഷ്ടം സംഭവിച്ചിരിക്കുന്നു. മോഹൻലാലിന്റെ ഏറെ പ്രിയപ്പെട്ട അമ്മയുടെ മൂത്ത സഹോദരനായ ഗോപിനാഥൻ നായർ അന്തരിച്ചു. 93 വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. ആലപ്പുഴ ജില്ലാ സഹകരണ ബാങ്കിന്റെ മുൻ ജനറൽ മാനേജറായിരുന്നു. മോഹൻലാൽ എന്ന പേരും പ്യാരിലാൽ എന്ന ജ്യേഷ്ഠന്റെ പേരും അമ്മാവൻ തിരഞ്ഞെടുത്തതാണെന്ന് മോഹൻലാൽ നാളുകൾക്ക് മുമ്പ് മാതൃഭൂമി ഓണപ്പതിപ്പിലെ ആത്മകഥാ പങ്ക്തിയിൽ പറഞ്ഞിട്ടുണ്ട്. ശനിയാഴ്ച പുലർച്ചെ അമൃതപുരിയിലായിരുന്നു അന്ത്യം. മാതാ അമൃതാനന്ദമയിയുടെ ഭക്തനും ആശ്രമത്തിലെ സജീവ പ്രവർത്തകനുമായിരുന്നു ഗോപിനാഥൻ നായർ. സംസ്കാര ചടങ്ങുകളെല്ലാം അമൃതപുരി ആശ്രമത്തിൽ വെച്ചാണ് നടന്നത്. നടൻ മോഹൻലാലിന് ഏറെ അടുപ്പമുള്ള അമ്മാവനായിരുന്നു ഗോപിനാഥൻ നായർ. മാതാ അമൃതാനന്ദമയിയുടെ ഭക്തി മോഹൻലാലിലേക്ക് പകർന്നു നൽകിയതും അമ്മാവനായ ഗോപിനാഥൻ നായർ തന്നെയായിരുന്നു. ആദ്യമായി അമൃതാനന്ദമയിയുടെ ആശ്രമത്തിലേക്ക് മോഹൻലാലിനെ കൊണ്ടുപോയത് അദ്ദേഹമാണ്. അതിനുശേഷമാണ് അമൃതാനന്ദമയിയുടെ ഭക്തിയിലേക്ക് മോഹൻലാലും തിരിഞ്ഞത്. ഏറെക്കാലമായി മോഹൻലാലിൻ്റെ അമ്മ സ്ട്രോക്ക് വന്ന ചികിത്സയിലായിരുന്നു. അതിനുശേഷം അമ്മയ്ക്ക് ഇപ്പോൾ പൂർണ്ണ ആരോഗ്യം തിരിച്ചു കിട്ടിയത് അമൃതാനന്ദമയി ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷമാണെന്ന് മോഹൻലാൽ തന്നെ ഈ അടുത്ത് തുറന്നു പറഞ്ഞ കാര്യമാണ്. മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി അമ്മയ്ക്ക് ഇപ്പോഴാണ് ശരിക്കും എഴുന്നേറ്റ് ഇരിക്കാനുള്ള ഒരു ആരോഗ്യം തന്നെ ഉണ്ടായത്. അതുവരെ പൂർണ്ണ കിടപ്പിലായിരുന്നു അമ്മ. ഇപ്പോൾ അമൃതാനന്ദമയി ഹോസ്പിറ്റൽ ചികിത്സിച്ചതിന് ശേഷമാണ് അമ്മയ്ക്ക് ഇത്രയും വലിയ മാറ്റമുണ്ടായത് എന്നാണ് മോഹൻലാൽ പറഞ്ഞിരുന്നത്. എന്നാൽ അമ്മാവൻ്റെ വേർപാട് നടനെ ഏറെ സങ്കടത്തിലാഴ്ത്തി. കാരണം എല്ലാത്തിനും കൈപിടിച്ചുയർത്തിയത് അമ്മാവൻ തന്നെയായിരുന്നു. പ്രായാധിക്യമായ അസുഖങ്ങൾ മൂലമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്. 93 വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം. നിരവധി പേരാണ് ഗോപിനാഥൻ നായർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയത്. പ്രിയപ്പെട്ട ഏട്ടൻ, എല്ലാത്തിനും കൂടി നിൽക്കുന്ന സ്വന്തം സഹോദരൻ നഷ്ടപ്പെട്ടതിൻ്റെ വേദന മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി അമ്മയ്ക്കും സഹിക്കാവുന്നതിലും അപ്പുറം തന്നെയായിരുന്നു.